നമ്മൾ വീണ്ടും നോക്കുന്നത് ഗ്യാസ് ടർബൈൻസിൽ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ എയർ എൻറ്റേഴ്സ് ദി ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ പ്ലാന്റ് അറ്റ് 1 bar and 30 degrees Celsius. The pressure ratio of the plant is 5.6. Compression is carried out in 2 stages with perfect intercooling in between. Maximum temperature of the cycle is limited to 700 degrees Celsius. Isentropic efficiency of both the compressors is 85% and that of the turbine is 90%. Airflow rate is 1.2 kg per second. Determine the power developed and the efficiency of the plant. Then CPയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഗാമ തന്നിട്ടുണ്ട്, മാസ് ഓഫ് ഫ്യൂൽ ക്യാൻ ബി നെഗ്ലക്റ്റഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 കംപ്രഷൻ പ്രോസസ്സ് വരുന്നുണ്ട്. സോ 3 പ്രഷർ ലൈൻസ് വരയ്ക്കുക. ഫസ്റ്റ് വൺ വി ഹാവ് P1. P1 നിന്ന് P2ലേക്ക് നമുക്ക് ആദ്യത്തെ കംപ്രഷൻ പ്രോസസ്സ് വരും. ഓക്കെ, ഫസ്റ്റ് വർക്ക് ഓഫ് കംപ്രഷൻ, ഫസ്റ്റ് കംപ്രഷൻ പ്രോസസ്സ്. ദെൻ 2 to 3 നമുക്ക് ഒരു ഇൻ്റർകൂളിംഗ് പ്രോസസ്സ് ഉണ്ട്. ദെൻ ഇൻ്റർകൂളിംഗ് കഴിഞ്ഞ് 3 to 4 നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കംപ്രഷൻ, സെക്കൻഡ് WC പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കംപ്രഷനിൽ തന്നെ ഞാൻ ഇൻ്റർകൂളിംഗ് ഒരു കണ്ടീഷനോടെ പറയാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് എന്നാണ്. പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇൻ്റർകൂളിങ്ങിന് ശേഷമുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻലെറ്റിലെ ടെമ്പറേച്ചർ കണ്ടീഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് ആദ്യത്തെ കംപ്രസറിൽ T1 എന്ന കണ്ടീഷനിലാണ് എയർ എൻ്റർ ചെയ്യുന്നത്. അവിടെ നിന്ന് കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ T2 ആയിട്ട് റൈസ് ആവും. ഓക്കെ, പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻ്റർകൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇവിടുത്തെ ടെമ്പറേച്ചർ ആ സെയിം പ്രഷർ ലൈനിൽ തന്നെ T1ന് ഇക്വലൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അതുകൊണ്ടാണ് 1, 2, 3 എന്ന് പറയുന്ന പ്രോസസ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ 3 to 4 ആയിരിക്കും നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രഷർ റേഷ്യോസും സെയിം ആണെങ്കിൽ, അതായത് ഇപ്പം P2/P1 എന്ന് പറയുന്നതും സെക്കൻഡ് സ്റ്റേജ് കംപ്രഷൻ്റെ P4/P3 എന്ന് പറയുന്നത് സെയിം ആണെന്നുണ്ടെങ്കിൽ വിത്ത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് നമുക്ക് T2ഉം T4ഉം ഒരേ ലൈനിലും കൂടെ കിട്ടും. അങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ക്വസ്റ്റ്യനിൽ പ്രഷർ റേഷ്യോ ഓഫ് ദ പ്ലാന്റ് ഈസ് 5.6 എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ പ്രഷർ റേഷ്യോ പറയുമ്പോഴത്തേക്കും കംപ്രഷൻ്റെ ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് പ്രഷർ റേഷ്യോസ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ 2 കംപ്രഷൻ പ്രോസസ്സ് ഉണ്ട്. സോ തന്നിരിക്കുന്ന പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് P2/P1 അല്ല, പകരം P4/P1 ആണ്. ഓക്കെ, 1 to 2 ഫസ്റ്റ് കംപ്രഷൻ പ്രോസസ്സ്, 2 to 3 ഇൻ്റർകൂളിംഗ്, ദെൻ 3 to 4 സെക്കൻഡ് കംപ്രഷൻ പ്രോസസ്സ്. രണ്ടാമത്തെ കംപ്രഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ഉള്ള പ്രഷർ ലൈനാണ് ഞാൻ P4 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. P2 ആൻഡ് P3, 2, 3 രണ്ട് സ്റ്റേറ്റ് പോയിൻറ്റ്സും ലൈ ചെയ്യുന്നത് ഒരേ പ്രഷർ ലൈനിലാണ്. ഓക്കെ, സോ P1, P2 = P3 ആൻഡ് P4. P4/P1ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ 5.6 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇൻലെറ്റ് കണ്ടീഷൻ 1 bar and 30 degrees Celsius. P1 = 1 bar, T1 = 30 degrees Celsius = 303 Kelvin. ദെൻ കംപ്രഷൻ 2 സ്റ്റേജസിലാണ്, ഇൻ്റർകൂളിംഗ് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ സൈക്കിൾ ഈസ് ലിമിറ്റഡ് ടു 700 degrees Celsius. നമുക്കറിയാം മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടീഷനാണ്. നമ്മൾ ഫ്യൂവൽ ബേൺ ചെയ്ത് അതിനകത്തോട്ട് ഹീറ്റ് ആഡ് ചെയ്തതിന് ശേഷം വരുന്ന കണ്ടീഷനാണ് മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു 4 മുതൽ ലെറ്റ്സ് സേ 5 വരെയുള്ള ആ ഒരു ഹീറ്റ് അഡിഷൻ പ്രോസസ്സ്, നമ്മൾ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് കമ്പസ്റ്റൻ ചേമ്പറിൽ ഫ്യൂവലിൻ്റെ എനർജി ആയിട്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സ്. അതിനുശേഷമുള്ള T5ലെ കണ്ടീഷനാണ് നമുക്ക് 700 degrees Celsius എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, = 973 Kelvin. ദെൻ കംപ്രസർ എഫിഷ്യൻസി ആൻഡ് ടർബൈൻ എഫിഷ്യൻസി രണ്ടും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം കംപ്രസറിൻ്റെ എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ പ്രോസസ് വിൽ ബി ലൈക്ക് ദിസ്, 2' എന്നൊരു ഡിഫറൻറ്റ് പോയിൻ്റായി നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 3 to 4 എക്സ്പാൻഷൻ പ്രോസസ്സിലും പോയിൻ്റ് വിൽ ഡീവിയേറ്റ് ടു 4'. ഓക്കെ, സോ 1 to 2' represents the actual first stage compression and 3 to 4' represent the second actual compression. Okay, ഇനി മാക്സിമം ടെമ്പറേച്ചർ ഓഫ് 700 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എവിടെയും ഒരു റീഹീറ്റിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല. സോ 5ൽ നിന്നും തിരിച്ച് നമ്മുടെ ഇൻലെറ്റ് കണ്ടീഷനായ 1ലേക്കായിരിക്കും ലാസ്റ്റ് എക്സ്പാൻഷൻ പ്രോസസ്സ്, W ടർബൈൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അവിടെയും എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട് 90% ആണെന്നുള്ളത്. സോ നമ്മുടെ ആക്ച്വൽ പ്രോസസ്സ് will deviate like this, say 6'. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ TS ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ. ഇനി
നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P2/P1 എന്ന പ്രഷർ റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ ഗിവൺ തന്നിട്ടുള്ളത് P4/P1 എന്ന റേഷ്യോ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻസ് വെച്ച്, അതായത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ഉണ്ട്, രണ്ടിൻ്റെയും ഇൻലെറ്റ് ടെമ്പറേച്ചർ സെയിം ആയിട്ട് വരുന്നു, ഒരു ഓവറോൾ പ്രഷർ റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ. ഇൻ ദാറ്റ് കേസ് വി ക്യാൻ അസ്യൂം ദാറ്റ് P2/P1 is equal to P4/P2, ഓക്കെ, ഓർ P4/P3. അതായത് ഫസ്റ്റ് കംപ്രഷന് അറൗണ്ട് ആയിട്ടുള്ള പ്രഷർ റേഷ്യോയും സെക്കൻഡ് കംപ്രഷന് അറൗണ്ട് ആയിട്ടുള്ള പ്രഷർ റേഷ്യോയും സെയിം തന്നെ ആയിരിക്കും. സോ ആ ഒരു റേഷ്യോ P2/P1 റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഞാൻ റൈറ്റ് P2/P1 is equal to P4/P3. ഓക്കെ, P2/P1 is equal to P4/P3. രണ്ടിൻ്റെ പ്രഷർ റേഷ്യോ സെയിം ആണെന്നുള്ള രീതിയിൽ, വിച്ച് ഇംപ്ലൈസ് നമ്മൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ എന്ത് വരും, P2/P1 ഇൻറ്റു P4/P3 മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് P2/P3 ഇൻറ്റു P4/P1. ജസ്റ്റ് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുള്ളൂ, P4, P1 ആൻഡ് P2/P3. ദെൻ നമുക്കറിയാം ഇൻ്റർകൂളിംഗ് നടക്കുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ P2 is equal to P3. സോ നമുക്ക് ഈ ഒരു വാല്യൂ വിൽ ബിക്കം 1. സോ P2/P1 ഇൻറ്റു P4/P3 എന്ന് പറഞ്ഞാൽ P4/P1 ആണ്. ഓക്കെ, അഗെയിൻ P4/P1 വാല്യൂ നമുക്കറിയാം, എത്രയാണ്, 5.6 എന്നറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, P2/P1 ഇൻറ്റു P4/P3 is equal to 5.6. ഞാനിതിപ്പം രണ്ടും, അതായത് P2/P1 P4/P3 രണ്ടും ഒരേ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, സേ ലെറ്റ് ബി എ ആൻഡ് എ. ഓക്കെ, ഞാൻ വെറുതെ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്, എ ആൻഡ് എ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് A² is equal to 5.6 അല്ലേ. ഇത് രണ്ടും എ ആണ്, രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 5.6 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് A² is equal to 5.6 ഓർ A is equal to √5.6. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കിട്ടും A is equal to 2.366. A can be either P2/P1 or P4/P3. ക്ലിയർ? അപ്പോൾ നമുക്ക് ആ P2/P1 എന്ന റേഷ്യോയും അതുപോലെ തന്നെ P4/P3 എന്ന റേഷ്യോയും കിട്ടിയിട്ടുണ്ട്. രണ്ടിൻ്റെ വാല്യൂ 2.366 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി റേഷ്യോസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ബാക്കി അറിയാം. ഐസെൻട്രോപിക് പ്രോസസ്സുകളുടെ കേസിൽ നമ്മൾ ആ ജനറൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, T2/T1 is equal to P2/P1 the whole raised to gamma minus 1/gamma. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് T1 അറിയാവുന്ന ക്വാണ്ടിറ്റിയാണ് 30 ഡിഗ്രി സെൽഷ്യസ്, T2 നമുക്കറിയില്ല, ദെൻ P2/P1 റേഷ്യോ നമുക്കറിയാം വാല്യൂ എത്രയാണെന്ന്, ഗാമയുടെ വാല്യൂ 1.41 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് T2 ആൻഡ് വിൽ ഒബ്റ്റെയിൻ അസ് 389.223 Kelvin. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേജിൽ കംപ്രസറിന് ഒരു എഫിഷ്യൻസി വാല്യൂ പറഞ്ഞിട്ടുണ്ട്. സോ വി നീഡ് ടു ഫൈൻഡ് ദ പോയിൻറ്റ് T2 ഡാഷ്. ഓക്കെ, സോ ആദ്യമേ നമ്മൾ പ്രോസസ് 1 to കൺസിഡർ ചെയ്തു, അടുത്തത് 2 to 2 ഡാഷ് വരെയുള്ള ആ ഒരു പ്രോസസ്സ്. അവിടെ നമുക്ക് ആ എഫിഷ്യൻസി ഓഫ് കംപ്രസർ അറിയാം. കംപ്രസറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഐസെൻട്രോപിക് എഫിഷ്യൻസി ഐസെൻട്രോപിക് ഹീറ്റ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഹീറ്റ് ഡ്രോപ്പ്. ഓക്കെ, T2 minus T1 divided by T2 dash minus T1. Substitute ചെയ്ത് കഴിഞ്ഞാൽ we can find the value of T2 dash and we got the value of T2 dash as 404.439 Kelvin. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആയതുകൊണ്ട് T3 is equal to T1 ആണ്. ഓക്കെ, സോ വി ഗോട്ട് T1, T2, T2 dash ആൻഡ് T3. അടുത്തതിന് നമുക്ക് 3 to 4 പ്രോസസ് കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് ദി സെക്കൻഡ് കംപ്രഷൻ പ്രോസസ്. അവിടെയും നമുക്ക് ജനറൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, T4/T3 is equal to P4/P3. P4/P3 എന്ന റേഷ്യോയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയായിരുന്നു, 2.366, നമ്മൾ √5.6 എടുത്ത വാല്യൂ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ അഗൈൻ ഗെറ്റ് T4ൻ്റെ വാല്യൂ is equal to 389.223. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന T2ൻ്റെ വാല്യൂ ഈ സെയിം വാല്യൂ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ കഴിയുമ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചർ വാല്യൂ സെയിം വാല്യൂ തന്നെയാണ്. അപ്പം അതൊന്ന് മനസ്സിലാക്കാം, പെർഫെക്റ്റ് ഇൻ്റർകൂളിങ്ങിൽ വരുമ്പോഴത്തേക്കും ഒരേ പ്രഷർ റേഷ്യോയും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന രണ്ട് കംപ്രസറിൻ്റെയും ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഇൻലെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം വാല്യൂ ആയിരിക്കും. കാര്യം വളരെ സിമ്പിളാണ്, കാരണം നമുക്ക് T3 എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് സെയിം വാല്യൂ ആണ്, P4/P3 എന്ന് പറയുന്നത് P2/P1 എന്ന് പറയുന്നത് സെയിം റേഷ്യോ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആ സെയിം വാല്യൂവിനാണ് കിട്ടുന്നത്. ഓക്കെ, അഗെയിൻ നമ്മൾ അവിടെയും ഐസെൻട്രോപിക് കംപ്രഷൻ്റെ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വീണ്ടും അടുത്തത് കിട്ടും, T4 ഡാഷിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ,
T4 ഡാഷിൻ്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തു. അടുത്തത് നമുക്കിനി 4 to 5 വരെയാണ് നമ്മുടെ ഹീറ്റ് അഡിഷൻ പ്രോസസ്സ്. അത് കഴിഞ്ഞ് 5 to 6 ആയിരിക്കും നമ്മുടെ എക്സ്പാൻഷൻ പ്രോസസ്സ്. ഓക്കെ, സോ എക്സ്പാൻഷൻ പ്രോസസ്സിലും നമുക്ക് ഐസെൻട്രോപിക് പ്രോസസ്സിൽ ഈക്വേഷൻ അപ്ലൈ ചെയ്യാം. T5 expansion process T5 by T6 is equal to P5 by P6 whole raised to gamma minus 1 by gamma. Substitute ചെയ്ത് കഴിഞ്ഞാൽ we can obtain the value of T6. ഇവിടെ P6 by P5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം പ്രോസസ്സ് വെച്ച് പറഞ്ഞതാണ് P6 by P5 എന്നുള്ള റേഷ്യോ. നമുക്കറിയാം P6 by 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബൈൻ്റെ കേസിൽ ഇൻലെറ്റ് പ്രഷർ എന്ന് പറയുന്നത് 5 അല്ല മാക്സിമം പ്രഷർ, അതായത് P4 തന്നെയാണ് P5 എന്ന് പറയുന്നത്. അതിന് 6 എന്ന് പറയുന്ന പോയിൻ്റ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻലെറ്റ് കണ്ടീഷൻ്റെ പ്രഷർ തന്നെയാണ്, P1 തന്നെയാണ്. ഓക്കെ, സോ സിംപ്ലി നമുക്ക് P6 by P5 എന്നുള്ളതിന് പകരം വി ക്യാൻ റൈറ്റ് P1 by P4. P4 by P1 റേഷ്യോ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ 5.6 എന്ന് തന്നേക്കുന്നത്. സോ P1 by P4 is equal to 1 divided by 5.6. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് T6. അഗെയിൻ ടർബൈൻ്റെ ഐസെൻട്രോപിക് എഫിഷ്യൻസി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ടർബൈൻ്റെ കേസിൽ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ ഹീറ്റ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ ഐസെൻട്രോപിക് ഹീറ്റ് ഡ്രോപ്പ്. ദാറ്റ് മീൻസ് T5 minus T6 dash divided by T5 minus T6. ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can obtain the value of T6 dash as 627.93 Kelvin. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ പോയിൻറ്റ്സിലെയും ടെമ്പറേച്ചർ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എയറിൻ്റെ മാസ് ഫ്ലോ റേറ്റ് പറഞ്ഞിട്ടുണ്ട് 1.2 ആണെന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് വർക്ക് ഓഫ് കംപ്രസർ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 കംപ്രസേഴ്സിൻ്റെ വർക്ക് കൺസിഡർ ചെയ്യാനുണ്ട് അല്ലേ. ആദ്യം നമുക്ക് 1 to 2 ഒരു കംപ്രഷൻ പ്രോസസ്സ്, ദെൻ റീഹീറ്റിംഗ് കഴിഞ്ഞ് 3 to 4 2 കംപ്രഷൻ പ്രോസസ്സുകളുണ്ട് അവിടെ. സോ രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും ടോട്ടൽ വർക്ക് റിക്വയർഡ് ബൈ ദി കംപ്രസർ എന്ന് പറയുന്നത്. എഗെയിൻ നമുക്കറിയാം T2ൻ്റെയും T4ൻ്റെയും വാല്യൂ സെയിം ആണ്, T1 ആൻഡ് T3 എന്ന് പറയുന്നത് സെയിം ആണ്. സോ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി, കാരണം 2 കംപ്രസറിൻ്റെയും വർക്ക് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് ആ ജനറൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. MCP ഇൻറ്റു T2 ഡാഷ് മൈനസ് T1, 2 ഡാഷ് വരുന്നതിന് കാരണം നമ്മൾ ആക്ച്വൽ പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്, പ്ലസ് MCP ഇൻറ്റു T4 ഡാഷ് മൈനസ് T3. രണ്ടും കംപ്രഷൻ പ്രോസസ്സാണ്, രണ്ടിലും ഒരേ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ തന്നെയാണ്. സോ എമ്മിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, CP വാല്യൂ കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസ് M is equal to 1.2 kg/s and CP is equal to 1.02 into temperature T2 dash and T4 dash രണ്ടും സെയിം ടെമ്പറേച്ചറാണ്. നമ്മൾ കാൽക്കുലേറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ T1 ആൻഡ് T3 രണ്ടും സെയിം ടെമ്പറേച്ചറാണ്. സോ ഇവിടുത്തെ അഡീഷന് പകരം ഞാൻ ആദ്യമേ ഒരു 2 ഇൻറ്റു എന്നും കൂടെ ചേർക്കുന്നു. ഓക്കെ, ഈ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ വർക്ക് കംപ്രസർ എന്ന് പറയുന്നത്. ആൻഡ് വി ഒബ്റ്റെയിൻ ദി വർക്ക് റിക്വയർഡ് ബൈ ദ കംപ്രസർ ഇസ് ഈക്വൽ ടു 248.322 kJ/s മാസ് ഫ്ലോ റേറ്റിൽ തന്നേക്കുന്നത്. ഇസ് ഈക്വൽ ടു കിലോ വാട്ട്സ് പവറാണത്. ഓക്കെ, അതുപോലെ തന്നെ ടർബൈൻ വർക്ക്. ടർബൈൻ നമുക്കൊരു സിംഗിൾ ടർബൈൻ മാത്രമേ ഉള്ളൂ ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് 5 and 6. സോ അവിടുത്തെ ടർബൈൻ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും MCP T5 മൈനസ് ആക്ച്വൽ പോയിൻറ്റ് T6 ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഒബ്റ്റെയിൻ ദ വാല്യൂ ആസ് 422.365. ഓക്കെ, സോ വർക്ക് കംപ്രസർ കിട്ടി, വർക്ക് ടർബൈൻ കിട്ടി. അടുത്ത് എന്ത് ചെയ്യണം? നെറ്റ് വർക്ക് കണ്ടുപിടിക്കണം. നെറ്റ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വർക്ക് ടർബൈൻ മൈനസ് വർക്ക് കംപ്രസർ. 2 കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടി എത്രത്തോളം പവർ എടുത്തു, ടർബൈനിൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ പവറിൻ്റെ എത്രത്തോളം നമ്മൾ കംപ്രസറിൽ എടുത്തു, ബാക്കി അവൈലബിൾ മാത്രമേ നമ്മുടെ നെറ്റ് വർക്ക് എന്ന് പറയുന്നത്. വി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ നെറ്റ് വർക്ക് ഇസ് ഈക്വൽ ടു 174.043 kJ/s. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? നെറ്റ് വർക്കും ഹീറ്റ് സപ്ലൈഡും. ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് 5 and 4 അല്ല ആക്ച്വൽ പോയിൻറ്റ് 4 ഡാഷ്. അപ്പം അതിനിടയിൽ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് Q1 is equal to MCP T5 മൈനസ് T4 ഡാഷ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ MCP T5 മൈനസ് T4 ഡാഷ്. ആക്ച്വലി ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ മാസ് ഓഫ് എയർ പ്ലസ് ഇവിടെ ആഡ് ചെയ്ത ഫ്യൂവലിൻ്റെ മാസും കൂടെ എടുക്കണം. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മാസ് ഓഫ് ഫ്യൂവൽ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗ്യാസിൻ്റെ ഒരു സെപ്പറേറ്റ് CP വാല്യൂവും ഗാമയുടെ വാല്യൂവും തരാത്തത്. സോ എയറിൻ്റെ തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിൽ ഗെറ്റ് ദ ഹീറ്റ് സപ്ലൈഡ് ഇസ് ഈക്വൽ ടു 695.91 kJ/s. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് ദ തെർമൽ എഫിഷ്യൻസി. എന്താണ്? നെറ്റ് വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. വർക്ക് ടർബൈനും ഹീറ്റ് സപ്ലൈഡിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വർക്ക് ടർബൈൻസ് നെറ്റ് വർക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ഓക്കെ,
സോ നെറ്റ് വർക്കും 174.043 ഡിവൈഡഡ് ബൈ എത്രത്തോളം ഹീറ്റാണോ ഹീറ്റ് എനർജിയാണോ നമ്മൾ കംപ്രഷൻ ചേമ്പറിൽ സപ്ലൈ ചെയ്തത് 695.91. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 25%. ഓക്കെ, the thermal efficiency of this plant is 25%. ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചിലപ്പം ഇതേ പ്രോബ്ലം തന്നെ കമ്പയർ ദ തെർമൽ എഫിഷ്യൻസി വിത്ത് എ സിംഗിൾ കംപ്രസർ എന്ന് ചോദിക്കും. അതായത് ഇവിടെ 2 കംപ്രസറും ഇൻ്റർകൂളിംഗ് യൂസ് ചെയ്യാതെ ഒറ്റ കംപ്രഷൻ പ്രോസസ്സിൽ മാത്രമായിരുന്നു പ്രോസസ്സ് എങ്കിൽ എന്തായിരുന്നതിനെ എഫിഷ്യൻസി എന്നൊരു കമ്പാരിസൺ വരും. അവിടെ വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് ചേഞ്ച് വരുന്നൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 to 2 പ്രോസസ്സ്. ഓക്കെ, ഈ 2 എന്നുള്ള പോയിൻ്റ് നേരെ 4ലേക്ക് ഡീവിയേറ്റ് ചെയ്യും. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ മുകളിലേക്കുള്ള ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. നമുക്ക് റേഷ്യോ ജസ്റ്റ് ഇവിടെ ഇപ്പം ലെറ്റ്സ് എക്സ് ആയിരുന്നു വിത്തൗട്ട് 2 സ്റ്റേജ് കംപ്രഷനിൽ പോയിൻ്റ് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐസെൻട്രോപ്പിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഏതാണ്? Tx by T1 is equal to Px by P1 whole raised to gamma minus 1 by gamma. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Px by P1 എന്ന് പറയുമ്പോഴത്തേക്കും 5.6 വരും. കാരണം മാക്സിമം പ്രഷർ ആൻഡ് മിനിമം പ്രഷർ അതിനുള്ള റേഷ്യോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ടി എക്സിൻ്റെ വാല്യൂ കിട്ടും. ദെൻ വർക്ക് കംപ്രസർ എന്താവും? MCP Tx മൈനസ് T1 ആവും. ഹീറ്റ് സപ്ലൈഡ് എന്താവും? T5 മൈനസ് Tx ആവും. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന് പകരം എക്സ് ഡാഷ് എന്ന് പറഞ്ഞ് വേറൊരു പോയിന്റ് കിട്ടും. ടർബൈൻ വർക്ക് എന്ന് പറയുന്നത് സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ വർക്ക് കംപ്രസറിൽ ഹീറ്റ് സപ്ലൈയിലും വേരിയേഷൻസ് വരും. അതനുസരിച്ച് നമ്മുടെ എഫിഷ്യൻസി വാല്യൂലും ഡിഫറൻസ് വരും.